അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ബനൂ ഇസ്രായേലുകളെ പറ്റി ഒരു സംഭവം പറയുന്നുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഞായറാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങൾക്കും നിങ്ങൾക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടി അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്ന കടലിൽ മീൻ പിടിക്കുന്നതായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ദിവസമല്ലാത്ത എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് കടലിൽ നിന്ന് മീൻ പിടിക്കാം, നിങ്ങൾക്ക് അത് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞായറാഴ്ച ദിവസം മാത്രം അത് ചെയ്യരുത് എന്ന് പറഞ്ഞു, കൽപ്പനയായിരുന്നു. അങ്ങനെ കുറച്ച് ആളുകൾ അവരിങ്ങനെ തീരുമാനിച്ചു, എന്താ ഇപ്പം ഞായറാഴ്ച ദിവസം മാത്രം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഞായറാഴ്ച ദിവസം ചെയ്താൽ എന്താ കുഴപ്പം? അങ്ങനെ അവർ ഞായറാഴ്ച ദിവസം അവർ മീൻ പിടിച്ചു. ഖുർആനിൽ പറയുന്നിട്ട് കാണാം, കൂനു കിറദത്തൻ ഖാസിയീൻ, അവരെ കുരങ്ങുകളായി അള്ളാഹു രൂപം മാറ്റി എന്നാണ് ഖുർആനിൽ ആ ചരിത്രം പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഖുർആനിൽ ഇസ്ലാമിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് എല്ലാ മൃഗങ്ങളെയും നമുക്ക് തൊടാം, കുഴപ്പമില്ല, നജസാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മൃഗങ്ങളുടെ കൂട്ടത്തിൽ 2 എണ്ണത്തിനെ മാത്രമാണ് പറഞ്ഞത് തൊടാൻ പാടില്ല, അത് നജസാണ്. ആ മൃഗങ്ങളാണ് നായയും പന്നിയും. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇസ്ലാമിൽ തന്നെ, മതത്തിൽ തന്നെ ഒരുപാട് പുരോഗമന ചിന്തിക്കുന്ന ആളുകളുണ്ട്. മതത്തിനെ ഒന്ന് മാറ്റണം, ഒരുപാട് നിയമങ്ങൾ മാറാനുണ്ട്, മതം കാലാനുസൃതമായി മാറിയിട്ടില്ല, ഒന്ന് മാറ്റണം, നവീകരണം വരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വന്ന ഈ കുറച്ച് വീഡിയോകൾ ഞാൻ കണ്ടു ഈ അടുത്ത്. നായനെ തൊടുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ആരാ പറഞ്ഞത് നായനെ തൊടുന്നത് കൊണ്ട് പ്രശ്നമാണെന്ന്? പ്രശ്നം തന്നെയാണ്. നായ എന്ന് പറയും, നായ പന്നി ഇത് രണ്ടും നജസാണ്, തൊടാൻ പാടില്ല എന്ന് തന്നെയാണ്. പിന്നെ 7 പ്രാവശ്യം കഴുകണം എന്ന് പറഞ്ഞത് നനവോടുകൂടി അതിനെ തൊട്ട് കഴിഞ്ഞാൽ 7 പ്രാവശ്യം ആ തൊട്ട ഭാഗം 7 പ്രാവശ്യം കഴുകണം, അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ഇങ്ങനെ നിയമമുണ്ട്. തൊടാൻ പാടില്ല എന്ന് തന്നെയാണ് നായയും പന്നിയും. അപ്പോൾ ഇങ്ങനെ ഒരു നിയമമുള്ള സ്ഥിതിക്ക് ഇപ്പോൾ പലരും വന്നിട്ടുണ്ട്, നായനെ തൊടുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ആരാണ് പറഞ്ഞത്? ഉസ്താദുമാർ പറഞ്ഞതൊന്നും ശരിയല്ല, മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചത് ശരിയല്ല, മദ്രസയിൽ നിന്ന് പഠിച്ചത് ശരിയല്ല, ഉസ്താദുമാർ പറയുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ രംഗത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവരോടാൻ പറഞ്ഞു, മതം എന്ന് പറയുന്നത് തന്നെ ചില കാര്യങ്ങൾ പാടില്ല എന്നത് തന്നെയാണ് മതത്തിൽ പറയുന്നത്. എല്ലാ വെള്ളവും നമുക്ക് കുടിക്കാം, നാരങ്ങ വെള്ളം കുടിക്കാം, പച്ചവെള്ളം കുടിക്കാം, കഞ്ഞിവെള്ളം കുടിക്കാം, മറ്റ് ജ്യൂസുകൾ കുടിക്കാം, ഫ്രൂട്ടി ഒക്കെ നമുക്ക് കുടിക്കാം. ഇസ്ലാം പറഞ്ഞു, ഒരു വെള്ളം മാത്രം നിങ്ങൾ കുടിക്കരുത്, അതേതാണ് മദ്യം, അത് നിങ്ങൾ കുടിക്കാൻ പാടില്ല, കാരണം അത് നജസാണ്, അത് തൊടാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. അപ്പം ഇനി നാളെ ഈ നവീകരണം പറയുന്ന ആളുകൾ ഒരു പക്ഷേ നാളെ രംഗത്ത് വരും. എന്താ ഇപ്പോൾ മതം ഇസ്ലാം എന്താ ഇപ്പം കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി അതിനോട് കൂടെ ചേർത്തുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇപ്പോൾ കുറച്ച് സൂഫിസം ചമഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാതും ഹലാലാണ്, അവരുടെ ഒരു ഇതാണ് ഞാൻ പറയുന്ന നിലപാട്. അവർക്ക് എല്ലാം ഹലാലാകുന്നു. അവർ പറയും ഞങ്ങൾ സൂഫി പാതയിലാണ്, ആത്മീയ വഴിയിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ത്വരീഖത്തിൻ്റെ മാർഗത്തിലാണ്. ഈ ത്വരീഖത്ത് സൂഫിസം എന്നൊക്കെ പറയുന്ന ആളുകൾ, അതിൻ്റെ പിന്നാലെ പോകുന്നവർ ഒന്നുകിൽ അവർക്ക് നിസ്കരിക്കാൻ മടിയായിരിക്കും, ഇല്ലെങ്കിൽ ഇസ്ലാമിൽ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് നിർത്താൻ കഴിയില്ല, അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല. അവർക്ക് മാത്രം അതിനു വേണ്ടിയിട്ടുള്ള ഒരു മറയാക്കി ത്വരീഖത്ത് സൂഫിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ മതത്തെ നവീകരിക്കാൻ നടക്കുന്ന, മതത്തെ പുനരുദ്ധരിക്കാൻ നടക്കുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മതത്തിൽ അങ്ങനെ പുനരുദ്ധാരണവും നവീകരണവും ഒന്നുമില്ല. ഇവിടെ 1500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായിട്ട് എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്നാലിന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാം, ഹറാമും ഹലാലൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ വക ഒരു നവീകരണത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ നാളെ കുറച്ച് കഴിഞ്ഞാൽ ഇവർ പറയും, എന്ത് നായ തൊടാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഈ ആളുകൾ നാളെ വരും പന്നിയെ തൊടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഈ വീഡിയോകളിലൊക്കെ കാണാം പന്നി മാംസം കഴിക്കുന്നത്. അപ്പോൾ അതിനെയും എങ്ങനെയും ഹലാലാക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കും.